നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൾ വീണയുടെ പേര്, ഇപ്പം നോക്കുകൂലി അറിയാലോ, പണിയൊന്നും എടുക്കാതെ കോടികൾ കമ്മീഷൻ അടിച്ച കേസ്, അത് SFIO അന്വേഷണം നടത്തി വരികയാണ്. അതിൽ വീണ വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളിൽ പെട്ടവരാണ്. ഇപ്പോൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ മകൻ വിവേക് അബുദാബിയിൽ ഒരു സ്വകാര്യ ബാങ്കിൽ ജോലി നോക്കുകയാണ്. ഈ വിവേക് വിജയൻ്റെ പേരിൽ ED ഒരു സമൻസ് അയച്ചു. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേകിന് ED സമൻസ് അയച്ചത് 2 വർഷം മുമ്പാണ്. 2023 വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന വിലാസത്തിലാണ് സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 ഹാജരാകാനായിരുന്നു സമൻസ്. നമ്മൾ ആരും അത് അറിഞ്ഞില്ല. അന്നും ഇതുപോലെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ അനധികൃത സ്വത്ത് സമ്പാദനം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇങ്ങനെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് വിവേകിന് ED സമൻസ് അയച്ചത്. അത് ഇപ്പോഴാണ് അറിയുന്നത്. നമുക്ക് ജിജീഷ് കരുണാകരനോട് ചോദിക്കാം. കൊച്ചിയിൽ ജിജീഷ് ഉണ്ട്. ജിജീഷ്, ED എന്തായാലും സമൻസ് അയച്ചു, വിവേക് പോയോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ എന്തൊക്കെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ വിവേക് വിജയന് ലഭിച്ചിരിക്കുന്ന ഈ സമൻസിൽ വിവേക് ഹാജരായില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനം. എന്നാൽ അതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ച് വ്യക്തതയില്ല. വിവേകിനെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരുന്നു. വിവേക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അടക്കം വിവരങ്ങൾ തേടുകയും ചെയ്തു. അബുദാബിയിലേക്ക് വിവരങ്ങൾ തേടിയിരുന്നു. ഇതിനിടയിൽ ആണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രകാരം തന്നെയാണ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്ന ഘട്ടത്തിലാണ് ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള സമൻസുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകാറുള്ളത്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ആരോപണ വിധേയനായിരുന്നു. ആ ഘട്ടത്തിൽ ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ 3 ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അത് ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ്, ഭവന നിർമ്മാണ പദ്ധതിയിലെ വലിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ അറസ്റ്റ് ചെയ്ത അതേ ദിവസം തന്നെയായിരുന്നു വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 ഹാജരാകണമെന്ന ഒരു നിർദ്ദേശമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അന്ന് വൈകിട്ട് M ശിവശങ്കർ അറസ്റ്റിലാവുകയും ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2-3 ഉപവകുപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആയ ആനന്ദ് ഇദ്ദേഹത്തിന് സമൻസ് അയച്ചിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഹാജരാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഉള്ളത് തന്നെയാണ് ഈ സമൻസ്. അതിന്റെ തെളിവുകൾ ഹാജരാക്കണം എന്നതാണ് ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഹാജരാകുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്തരം ഘട്ടങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ആളോട് വിളിച്ചു വരുത്താൻ അധികാരം നൽകുന്നത് തന്നെയാണ് ഈ 50-ാം വകുപ്പിലെ 2-3 ഉപവകുപ്പുകൾ എന്ന് പറയുന്നത്. ഏറെ പ്രമാദമായ ഒരു കേസായിരുന്നു ലൈഫ് മിഷൻ കരാർ. അതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകനെ വിളിച്ചു വരുത്തിയത് എന്ന കൃത്യമായ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം അന്നാണ് M ശിവശങ്കർ ചോദ്യം ചെയ്യലിന് ഏറ്റവും ഒടുവിൽ വിധേയനായത്. അതിന് 3 ദിവസം മുമ്പ് തന്നെ കസ്റ്റഡിയിലായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ സ്വാഭാവികമായും വിവേക് അവിടെ ഹാജരായില്ല. വിവേക് നൽകേണ്ട വിവരങ്ങൾ വിവേക് നൽകിയില്ല. പിന്നീട് വിവേക് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന പേരിൽ ആണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത്. അങ്ങനെയാണ് വിലാസം. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കടക്കം വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് SFIO അന്വേഷണം നേരിടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം അന്വേഷണം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ കൂടി ഈ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിന്റെ പരിധിയിലേക്ക് വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അന്വേഷിക്കുന്ന കേസിലാണ് വിവേകിനെ സമൻസ് വരുന്നതും വിവേകിന്റെ സാന്നിധ്യം, വിവേകിന്റെ ചോദ്യം ചെയ്യൽ അന്വേഷിക്കേണ്ടത്. ജിജീഷിന്റെ റിപ്പോർട്ട് പ്രകാരം, അതായത് ED സമൻസ് അയച്ചിട്ടും വിവേക വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക ED ഓഫീസിൽ എത്തിയില്ല. സമൻസ് ലഭിച്ചിട്ട് ED ഓഫീസ് എത്തിയില്ല. നേരത്തെ ജിജീഷ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം
തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത്, അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ വിളിപ്പിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രനെ വിളിപ്പിച്ചിരുന്നു, 1-2 ദിവസം വിളിപ്പിച്ചു. പിന്നെ അതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ വിവേക് ഹാജരായില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് പിന്നീട് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിവേകിനെ ചോദ്യം ചെയ്തില്ല? ഇനി ചോദ്യം ചെയ്തോ, നമ്മളത് അറിയാതെ പോയതാണോ? ആനന്ദ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആനന്ദ് ആണല്ലോ അന്ന് സമൻസ് അയച്ചത്. ആനന്ദ് ഇപ്പോൾ കൊച്ചിയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിലില്ല, അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ അന്വേഷിക്കണം. പിന്നീട് സമൻസ് അയച്ചോ, വിവേക് EDക്ക് മുന്നിൽ ഹാജരായോ, ആ കേസിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കണം. കാരണം ഇതൊരു കള്ളന്മാരുടെ കുടുംബമാണെന്ന് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അച്ഛൻ, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു, മകൾക്കെതിരെ ആരോപണം വന്നു. ആരോപണം മാത്രമല്ല, മകൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന അതിൻ്റെ തിരക്കിലാണ് SFIO. കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. നോക്കുകൂലി കമ്മീഷൻ അടിച്ചു. ഭാര്യയ്ക്ക് എതിരെ വലിയ ആക്ഷേപങ്ങൾ വരുന്നു. ഇപ്പോൾ ഇതാ മകനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നിരിക്കുന്നു. ജിജീഷ്, ഒരു കാര്യം കൂടി, ഇതിൽ തുടർ നടപടികൾ എന്തായി എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ കേസ് അങ്ങനെ ലാഘവത്തോടെ വിടരുത്. കാരണം ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഏകദേശം 1 മാസത്തോളം വിദേശ യാത്ര നടത്താനിരിക്കുകയാണ് അങ്ങനെ അനുമതി നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിലൊക്കെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ആ കേസിൽ ഇദ്ദേഹം പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ EDക്കോ അല്ലെങ്കിൽ കസ്റ്റംസിനോ പിണറായി വിജയനെ പൂട്ടാനുള്ള തെളിവുകൾ ലഭിക്കാത്തതാണോ, അതോ അന്വേഷണത്തിൽ അവർ വേണ്ടത്ര അവധാനത പുലർത്താത്തതാണോ, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടത്. അക്കാര്യം കൂടി വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം ജിജീഷ്. ഇതിൽ തുടർ നടപടികൾ എന്തുകൊണ്ടുണ്ടായില്ല? അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ വിവരങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇത് സംബന്ധിച്ച് എന്ത് നടപടി, സാധാരണഗതിയിൽ ഒരാൾ ഒരിക്കൽ സമൻസ് നൽകി അതിൽ ഹാജരായില്ല എങ്കിൽ വീണ്ടും സമൻസ് ഏറ്റവും അടുത്ത ദിവസം തന്നെ നൽകും. 3 സമൻസുകൾക്കും ഹാജരായില്ല എങ്കിൽ തുടർ നടപടികൾ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് കടക്കാൻ കഴിയും. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രത്യേക അധികാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോടതി കൈയാളുന്ന പല അധികാരങ്ങളും ഇത്തരം കാര്യങ്ങളിൽ മൊഴി രേഖപ്പെടുത്തലിനടക്കം ഉള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നതുകൊണ്ട് തന്നെ ഇതിലെ തുടർ നടപടികൾ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വിവരങ്ങൾ കൂടി നമ്മൾ ശേഖരിച്ചു വരികയാണ്. വീണ്ടും വിളിപ്പിച്ചോ എന്നത് തന്നെയാണ് അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനം. ഒരിക്കൽ കൂടി സമൻസ് നൽകിയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ തുടർച്ചയായ സമൻസുകളോടും വിവേകിന്റെ പ്രതികരണം ഇത് തന്നെയാണോ, ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി തന്നെയാണോ വിവേക് പുലർത്തിയിരുന്നത്? അങ്ങനെയെങ്കിൽ വിവേക് മറയ്ക്കാനുള്ളത് എന്താണ് ഈ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട്? പ്രത്യേകിച്ച് ലൈഫ് മിഷൻ കരാറിൽ 4 കോടിയിലധികം രൂപ കമ്മീഷൻ വാങ്ങിയ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള എം ശിവശങ്കർ അടക്കമുള്ള ആളുകൾ എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ എന്താണ് വിവേകിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിലെ മുഖ്യപ്രതിയെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത അതേ ദിവസം തന്നെ വിവേകിനോട് എന്തുകൊണ്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു? ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്? ഇരുവരെയും ഒരുമിച്ചിരുത്തി കണ്ടെത്തേണ്ട എന്തെല്ലാം നിർണായക രേഖകളായിരുന്നു ഉണ്ടായിരുന്നത്? അങ്ങനെയെങ്കിൽ ആ രേഖകൾ ഇല്ലാതെയാണോ അന്വേഷണം മുന്നോട്ട് പോയത്? വിവേക് ഹാജരാക്കേണ്ട രേഖകൾ പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ വിവേക് ഹാജരാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ഇതിൽ ചില മുൻ നടപടികളിലേക്ക് കടന്നു എന്നൊരു സൂചന ഇപ്പോൾ ലഭിക്കുന്നു. വിവേക് അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ വിവരങ്ങൾ ശേഖരിച്ച് UAE അധികൃതർ നിന്ന് വിവരങ്ങൾ ED തേടിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ അതിനപ്പുറം, കാരണം വിവേക് ഒരുപക്ഷെ അത് താൻ സ്ഥലത്തില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടാകാം. അബുദാബിയിലാണ് ഉള്ളത്, എത്താൻ ഹാജരാകാൻ കഴിയില്ല എന്നൊരു വിവരം മറുപടിയായി അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവേകിലേക്ക് നീണ്ട അന്വേഷണം എവിടെയാണ് അവസാനിച്ചത് എന്നത് ഇതിൽ ഏറ്റവും പ്രധാനമാണ്. വിവേകിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് ഈ കേസുകളിൽ ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുള്ളത് എന്നും ലൈഫ് മിഷൻ കരാറുമായിട്ടാണ് എങ്കിൽ അവിടെ വിവേകിന്റെ പങ്കാളിത്തം എന്ത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ എല്ലാവരിലേക്കും തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അതോട് അനുബന്ധിച്ചുള്ള മറ്റ് കേസുകളും എത്തിച്ചേരുന്നത്. യെസ്,
തിരുട്ട് സംഘത്തെ, തമിഴ്നാട്ടിലെ തിരുട്ട് സംഘത്തിന് അപമാനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ആണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. പുതിയ പുതിയ തെളിവുകൾ പുറത്ത് വരുന്നു. മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് EDയുടെ സമൻസ് ലഭിച്ചു. 2023 അന്ന് സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ ജിജീഷ് ചൂണ്ടിക്കാണിച്ച ലൈഫ് മിഷൻ കേസ്, ഇതിലൊക്കെ ED അതുപോലെ CBI ഇവരൊക്കെ സമൻസ് കൊടുക്കുന്നൊരു ഒരു സമാനമായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു വിവേക് വിജയനും സമൻസ് ലഭിച്ചത്. പക്ഷേ വിവേക വിജയൻ ED ഓഫീസിൽ എത്തിയില്ല എന്നുള്ളതാണ്. തുടർ നടപടികൾ സ്വീകരിച്ചു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ദേശീയ അന്വേഷണ ഏജൻസികൾ പലപ്പോഴും വളരെ സജീവമായി സക്രിയമായി ഇത്തരം കേസുകളിൽ ഇടപെടാറില്ല എന്നുള്ളതാണ്. അതിന് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഈ അന്വേഷണ ഏജൻസികളിൽ CPM ആഭിമുഖ്യം ഉള്ളവർ കടന്നുകൂടുന്നു എന്നുള്ളതാണ് പ്രധാനമായും. ഇപ്പോൾ നോക്കൂ, മുൻ ആഭ്യന്തരമന്ത്രി P. ചിദംബരം, അതുപോലെ മുൻ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഇവരെല്ലാം ED തട്ടിയകത്താക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരവധി ശക്തമായ തെളിവുകളുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്. പക്ഷേ എന്തുകൊണ്ട് പിണറായി വിജയനെ കൂച്ചുവിലങ്ങിടാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക്, പ്രത്യേകിച്ച് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുന്നില്ല? ആ ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്.